എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് രഹസ്യത്തിൻ്റെ 9ാമത്തെ ചാപ്റ്ററായ നിങ്ങൾക്കുള്ള രഹസ്യം ആണ്. ഏതു വിധത്തിൽ നോക്കിയാലും ഫലം ഒന്ന് തന്നെയാണ്. നാം ഒന്നാണ്. നാം എല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടവരാണ്. കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത് ഇവിടെയാണ്. ഞാൻ തുടർന്ന് വായിക്കാം. ആ ഒരൊറ്റ ഊർജ്ജമണ്ഡലത്തിൻ്റെ, ഒരൊറ്റ പരമോന്നത മനസ്സിൻ്റെ, ഒരൊറ്റ പ്രജ്ഞയുടെ, സൃഷ്ടിപരമായ ആ ഒരൊറ്റ സ്രോതസ്സിൻ്റെ ഭാഗമാണ് നാം എല്ലാം. നിങ്ങൾക്കതിനെ എന്തു വേണമെങ്കിലും വിളിക്കാം. പക്ഷേ നാം എല്ലാം ഒന്നാണ്. നാം എല്ലാം ഒന്നാണ് എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിങ്ങൾ ആകർഷണ നിയമത്തെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അത് തികച്ചും പരിപൂർണമാണെന്ന വസ്തുത നിങ്ങൾക്ക് ബോധ്യപ്പെടും. അന്യരെക്കുറിച്ച് നിങ്ങൾക്കുള്ള നെഗറ്റീവായ അല്ലെങ്കിൽ നിഷേധാത്മകമായ ചിന്തകൾ എന്തുകൊണ്ടാണ് നേരെ തിരിഞ്ഞ് നിങ്ങളെ തന്നെ ദോഷകരമായി ബാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും. നിഷേധാത്മകമായ ചിന്തകളെയും വികാരങ്ങളെയും പ്രസരിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് സ്വയം വിളിച്ചു വരുത്തിയാലല്ലാതെ വിനാശകരമായ ഒന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല. എന്താണ് വേണ്ടതെന്ന് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഉളവാകുന്നത് നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളുമാണെങ്കിൽ നിങ്ങൾ ആ പരമമായ നന്മയിൽ നിന്ന് നിങ്ങളെ തന്നെ വേർപെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളിലുണ്ടായ ഓരോ നിഷേധാത്മകമായ വികാരങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിച്ചു നോക്കുക. അവയോരോന്നും ഭയത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വ്യത്യസ്തനാണ് എന്ന് ചിന്തിക്കുന്നതിനാലാണ്, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ സ്വയം വേർതിരിച്ച് കാണുന്നതിനാലാണ് ഓരോ നിഷേധാത്മക വികാരങ്ങളും നിങ്ങളിൽ ഉളവായത്. വേർതിരിവ് എന്നതിന് ഒരു ഉദാഹരണമാണ് മത്സരം. മത്സരത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലുദിക്കുന്നത് അപര്യാപ്തതയുടെ മനോനിലയിൽ നിന്നാണ്. എല്ലാവർക്കും വേണ്ടത് ഇവിടെയില്ല, ഉള്ളത് പരിമിതമാണ്, അതിനാൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ മത്സരിച്ച് നേടേണ്ടിയിരിക്കുന്നു എന്ന ചിന്തയിൽ നിന്നാണ് മത്സരചിന്ത വരുന്നത്. മത്സരത്തിൽ നിങ്ങൾ ഒരിക്കലും ജയിക്കില്ല. ജയിച്ചു എന്ന് പലപ്പോഴും തോന്നുമെങ്കിലും ആകർഷണ നിയമപ്രകാരം നിങ്ങൾ മത്സരത്തിനൊരുങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നിങ്ങളോട് മത്സരിക്കാൻ അനേകം വ്യക്തികളെയും സന്ദർഭങ്ങളെയും നിങ്ങൾ ആകർഷിച്ചു വരുത്തും. ഒടുവിൽ നിങ്ങൾ പരാജയപ്പെടുകയും ചെയ്യും. നമ്മളെല്ലാം ഒന്നാണ്. അതിനാൽ നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരം നിങ്ങളോട് തന്നെയാണ്. മത്സരചിന്ത മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം. സൃഷ്ട്യുന്മുഖമായ മനസ്സ് ഉണ്ടാവണം. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ, നിങ്ങളുടെ ദർശനങ്ങളിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുക. മത്സരചിന്തകൾക്ക് ഇടം നൽകാതിരിക്കുക. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്